ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങളൊരു സ്ട്രോബെറി പിക്കിങ്ങിന് വന്നതാണ്. ഓർഗാനിക് ഫാമിലാണ് വന്നത്. ഇതാ ആ വണ്ടിയിൽ കയറ്റി ഞങ്ങളെ ഫാമിലി കൊണ്ടുപോകും. എനിക്ക് കണ്ണ് കാണുന്നില്ല, കട്ട വെയിലാണ്. ഉണ്ട്, എല്ലാവരും ഉണ്ട്. അമ്മു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ടിൻസ് വെച്ച് ഹായ്, സിഗ്മ ഹായ്, ഹായ് മൃദുല ഹായ്. അപ്പോൾ അതാ ഞങ്ങളിതാ ഇതിൽ കയറ്റി സ്ട്രോബെറി ഫാമിലി കൊണ്ടുപോവാണ്. ഈ അപ്പൂപ്പനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. നല്ല വെയിലുമുണ്ട്, നല്ല പൊടിയുമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ട്രാക്ടറിലായിരുന്നു ഞങ്ങളെ ഫാമിലിക്ക് കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റ് യാത്രയുണ്ടായിരുന്നു സ്ട്രോബെറി പിക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്താനായിട്ട്. അതുകൊണ്ട് ട്രാക്ടറിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാൻ പറ്റി. പൊടിയും വെയിലും ഒഴിച്ചാൽ ട്രാക്ടറിലുള്ള യാത്ര ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി പിക്ക് ചെയ്യുന്നിടത്തെത്തി. അന്ന് ഹീറ്റ് വാർണിംഗ് ഉള്ള ഡേ ആയതുകൊണ്ട് അധികം ആളുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടി നടന്ന് എല്ലായിടത്തും നിന്ന് സ്ട്രോബെറി പിക്ക് ചെയ്തു. ഞാൻ പിക്ക് ചെയ്തത് ഒരു ഹാഫ് പാർട്ട് നല്ല പഴുത്തതും പിന്നെ ഒരു ഹാഫ് പാർട്ട് ഒരു 1/4 ഭാഗം പഴുത്തതുമായിരുന്നു. ഒരു 3 ദിവസത്തെ സ്ട്രോബെറി സ്മൂത്തി മനസ്സിൽ കണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബുദ്ധിപരമായി അങ്ങനെ ഒരു നീക്കം നടത്തിയത്. അങ്ങനെ ഇതാ എൻ്റെ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നന്നായി കൂടെ നിറയ്ക്കಬೇಕು എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതേതാണ്ട് എനിക്ക് സാധിക്കാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങളുടെ പരിപാടി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതാണല്ലോ. അങ്ങനെ അത് ഞങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റി. ഒടുവിൽ ദാ പവനായി ശവമായി ഞങ്ങൾ തിരിച്ചു പോരുന്നു. സ്ട്രോബെറി താഴെ പോകുമ്പോൾ വണ്ടിയുടെ കുലുക്കം കാരണമെന്നുള്ള പേടിയിലായിരുന്നു എല്ലാവരും ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ ദാ അടങ്ങി ഒതുങ്ങിയിരുന്ന് തിരിച്ച് ഞങ്ങൾ എത്തി. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ബൈ ബൈ, ബൈ ബൈ ഗേൾസ്.